7 വർഷം മുന്നേ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ദുരന്തം ആണ് ഇന്ന് ഞാൻ ഈ വീൽ ചെയറിലിരിക്കുന്നത്. അന്ന് ഞാൻ ശരിക്കും ഓർത്തത് ഇതൊരു ദുരന്തമാണെന്ന്. പക്ഷേ അന്ന് ആ ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എല്ലാവരെയും പോലെ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. നാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്റ്റീവ് പ്ലെയർ ആയിട്ടിരുന്ന ടൈമിലാണ് എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഞാൻ ടെറസിൽ നിന്ന് വീണ് എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചറി ഉണ്ടായി ഞാൻ വീൽ ചെയറിലാവുന്നത്. പക്ഷേ ലൈഫിൽ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴും അത് എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കാമെന്നാണ് ഞാൻ ആ ഒരു ഇൻസിഡൻറ്റിലൂടെ പഠിച്ചത്. അതിനുശേഷം ഞാൻ പാരാ സ്പോർട്ടിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ പാരാ സ്പോർട്ട് ട്രൈ ചെയ്യുന്നതും. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഏറ്റവും പേടിയും മടിയും ഉണ്ടായിരുന്നത് സൊസൈറ്റീനെ എങ്ങനെ ഫേസ് ചെയ്യുന്നതായിരുന്നു. അത് ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. ഞാൻ അത്രയും നാൾ ഓടിക്കളിച്ച് നടന്ന ഞാൻ എങ്ങനെ സൊസൈറ്റിയുടെ മുന്നിൽ വീൽ ചെയറിൽ ഇനി മുന്നോട്ട് പോകും, എല്ലാവരും എന്നെ എങ്ങനെ നോക്കിക്കാണും, എല്ലാവരും എന്നെ വ്യത്യസ്തപ്പെടുത്തി നിർത്തും, അങ്ങനെ കുറേ പേടികളും ഭയങ്ങളും എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ എന്നോട് എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, നീ വീണു, നിനക്കിനി നടക്കാൻ പറ്റില്ല, പക്ഷേ നിൻ്റെ ലൈഫിൽ ഇനിയും മുന്നോട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിനക്കിനി അച്ചീവ് ചെയ്യാൻ കുറേ ഉണ്ട്. വീൽ ചെയറിലായ പലരും പലതും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നീ ശ്വസിക്കുന്നുണ്ട്, അതിനർത്ഥം നിനക്ക് ദൈവം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിനക്കിന്നും ദൈവം ജീവൻ നൽകിയിരിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ എന്നെ തന്നെ കാണാൻ തുടങ്ങി. എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ കാണാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിസേബിൾ പേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പക്ഷേ പലരും അത് അറിയുന്നില്ല. എല്ലാവരും നമുക്ക് വീൽ ചെയറിലാണ്, ഇനി ഒന്നിനും പറ്റില്ല, ജോലി കിട്ടില്ല, ഇനി മുന്നോട്ടൊരു ലൈഫില്ല, വീൽ ചെയറിലായി ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചിന്തയാണ് എല്ലാവരുടെയും മുന്നിൽ ഫസ്റ്റ് വീൽ ചെയറിലായി കഴിയുമ്പം. ബട്ട് സത്യം ഞാൻ ഇന്ന് വരെ എൻ്റെ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഇൻഡിപെൻഡൻസി എനിക്ക് കിട്ടിയതും എല്ലാം ഒരു മൈൻഡ് സ്ട്രെങ്ത്, മൈൻഡ് പവർ കൊണ്ടാണ്. അതുപോലെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പം വീൽ ചെയറിലായ ഞാൻ മാത്രം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, എല്ലാവരുടെയും ജീവിതം അടിപൊളിയാവുന്നത്. കാരണം ഇപ്പം എന്നെപ്പോലെ ഒരാൾ ആദ്യം ചിന്തിക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെ ബാക്കിയുള്ളവർ സിമ്പതി കൊണ്ട് നോക്കുമ്പോൾ അത് നമ്മൾ സിമ്പതി കൊണ്ടല്ല ഇങ്ങനെ ഒരാളെ കാണേണ്ടത്. എന്നും അയാളുടെ ഇപ്പം ഞാൻ ഈ പാരാ ബാഡ്മിൻ്റണിലേക്ക് ഇറങ്ങിയത് അത് എൻ്റെ ലൈഫിൽ ഞാനെടുത്തൊരു ഹാർഡ് ഡിസിഷനായിരുന്നു. കാരണം അത്രയും നാൾ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്നു, അതിനുശേഷം എനിക്കൊരു ഇഞ്ചുറി വന്നു. അപ്പം പിന്നെയും ഒരു സ്പോർട്ട് ലൈഫിലേക്ക് ഞാൻ ഇറങ്ങുമ്പം എനിക്കും എൻ്റെ പേരൻസിനും എപ്പോഴും ഒരു ഭയമുണ്ടാവും, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, ഇനി എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും. ബട്ട് അന്ന് ഞാൻ എടുത്തൊരു സ്ട്രോങ് ഡിസിഷനാണ് ഇന്ന് ഞാൻ ഇൻ്റർനാഷണൽ പാരാ ബാഡ്മിൻ്റൺ പ്ലെയറായി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടി കുറേ മെഡലുകൾ കൊണ്ടുവരുന്നതും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങളും കുറേ സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒത്തിരി പ്രഷറുകളും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാനെന്നും എനിക്ക് കിട്ടിയേക്കുന്ന എന്ത് നെഗറ്റീവ് ആണെങ്കിലും അതിനെല്ലാം ഞാൻ എപ്പോഴും പോസിറ്റീവ് കാണാനാണ് ചിന്തിക്കുന്നത്. എൻ്റെ ലൈഫ് തന്നെ ഞാൻ വീൽ ചെയറിലായതിനു ശേഷം ഞാൻ മാറിയത് ഞാൻ സ്പോർട്സ് ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ്. സ്പോർട്സ് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്നെ മെൻ്റലി സ്ട്രോങ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു ഇവൻ്റാണ് സ്പോർട്സ്. ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ 2 വർഷത്തോളം +1 പഠിക്കുമ്പോഴാണ് എനിക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നത്. +2 ലൈഫ് ഫുള്ള് ഞാൻ കരഞ്ഞ് തീർത്തിട്ടുണ്ട്. രാത്രികളിലും രാവിലെയും ഒക്കെ കരഞ്ഞ് ഇനിയും കളിക്കാൻ പറ്റില്ലല്ലോ. ഒരു അത്ലറ്റ് അല്ലെ ഒരു സ്പോർട്സ് പേഴ്സണ് ആളുടെ കാല് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ സ്പോർട്സ് പേഴ്സണും അറിയാം. സ്പോർട്സ് പേഴ്സൺ അല്ല, ഒരു നോർമൽ പേഴ്സൺ തന്നെ അയാളുടെ കാല് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
ആ കാല് നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും അരയ്ക്ക് കീഴ്പോട്ട് നടക്കാൻ തളർന്നു പോയി, ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതെന്നെ എത്രത്തോളം തളർത്തി, ആസ് എ സ്പോർട്ട് പേഴ്സൺ അല്ലെ ആസ് എ ഹ്യൂമൻ അതെന്നെ എത്രത്തോളം തളർത്തിയെന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അതൊരു സിറ്റുവേഷനാണ്. ആ ഒരു 1 year ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ഡിപ്രഷൻ. ബട്ട് ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ മൂവ് ഓൺ ആവുന്നത്. ഞാൻ അന്ന് ഞാൻ എൻ്റെ ലൈഫിനെ ഓക്കെ ഞാൻ വീൽ ചെയറിലാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അല്ലെ ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അന്നാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ലൈഫ് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് ഈ ഒരു വീൽ ചെയറിലിരുന്നുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഞാൻ തിരഞ്ഞു പോയതും അങ്ങനെ എനിക്ക് ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും. ആദ്യം ഞാൻ പോയത് ജിമ്മിലാണ്. ഞാനൊരു 3-4 ജിമ്മുകളിൽ പോയിട്ടുണ്ട്. ചേട്ടാ എനിക്കിവിടെ വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ മോള് വീൽ ചെയറിലല്ലേ, മോളെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നേ, മോളെ കൊണ്ട് പറ്റുമോ, മോളെങ്ങനെ ജിമ്മിനകത്തോട്ട് കയറും, ഇങ്ങനെയൊക്കെ ചോദിക്കും. നമുക്കുള്ള കോൺഫിഡൻസ് പോലും അവർ കാണുന്നില്ല. എനിക്കിപ്പം അരയ്ക്ക് കീഴ്പോട്ടേ തളർന്നിട്ടുള്ളൂ, എൻ്റെ അരയ്ക്ക് മുകളിലോട്ട് ഞാൻ സ്ട്രോങ് ആണ്, അതവർ കാണുന്നില്ല. അവർ നോക്കുമ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി, മോളെങ്ങനെ ചെയ്യും, മോളെ കൊണ്ട് അത്. നമ്മളെക്കാട്ടിലും കോൺഫിഡൻസ് കുറവാണ് നമ്മുടെ കൂടെയുള്ള സൊസൈറ്റിക്ക്. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അത് എനിക്ക് സൊസൈറ്റിയോട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അങ്ങനെ, പക്ഷെ ഞാൻ അവിടെ വിട്ടില്ല. എൻ്റെ ആഗ്രഹമാണ് എനിക്ക് തിരിച്ച് സ്പോർട്സ് ലൈഫിലേക്ക് വരണമെന്ന്. ഞാൻ അവിടെ ഉപേക്ഷിച്ചില്ല. അത് ഒരു 4 അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5ാമത്തെ അടുത്ത് എന്നെ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ 5ാമത്തെ അടുത്തും ചോദിച്ചു. അങ്ങനെ അവിടെ ഒരു ജിമ്മുകാരെ എന്നെ ഏറ്റെടുത്തു. അന്ന് ഞാൻ വർക്കൗട്ട് തുടങ്ങി. നാഷണലി ഞാൻ പാരാ പവർ ലിഫ്റ്റിങ് സിൽവർ മെഡൽ വന്നു. ഇത് വന്ന് ന്യൂസിലൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ ഒരു വട്ടം എന്നെ പറ്റില്ല എന്ന് പറഞ്ഞ ജിമ്മിൽ അവരെ കാണാൻ പോയി. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഒരാൾ എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മോൾക്ക് കാലിന് വയ്യല്ലോ എന്ന്, കാല് വയ്യ അതൊക്കെ, അത് ബോഡിയുടെ ഒരു പാട്ടില്ല, താഴെ അരയ്ക്ക് കീഴ്പോട്ടുള്ളൊരു പാട്ട്. പക്ഷേ അപ്പർ ബോഡി സ്ട്രോങ് ആണ് എൻ്റെ. ഐ എം സ്ട്രോങ്, ഐ ക്യാൻ ഹോൾഡ്, ഐ ക്യാൻ ലിഫ്റ്റ്. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തപ്പം ഇപ്പം ഞാൻ എൻ്റെ ഒരു ചിന്താഗതി വെച്ചാണ് ഞാൻ വേറൊരിടത്ത് പിന്നെയും ചെന്ന് ചോദിച്ചത്. പക്ഷെ എല്ലാവരും അങ്ങനെ ചോദിക്കണം എന്നില്ല. പലരും മടുക്കും, എനിക്ക് ഒരിടത്തും വാല് തുറക്കുന്നില്ല, എല്ലാവരും എന്നെ മാറ്റി നിർത്തുവാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെപ്പോലെ വീൽ ചെയറിലുള്ള ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് 100 പേര് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാം, പക്ഷേ ഒരാളെ നിങ്ങളുടെ മുന്നിൽ പറയും ഓക്കെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കും നമ്മുടെ ലൈഫിൽ എന്നും നമുക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ അന്ന് ആ ജിം എന്നോട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീണതിന് ശേഷം എൻ്റെ സ്പോർട്സ് കരിയറിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ഞാൻ ബാഡ്മിൻ്റൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ വീൽ ചെയർ ബാഡ്മിൻ്റൺ എന്നുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. കാരണം അത്രയും നാളെ ഞാൻ ഒരു നോർമൽ സ്പോർട്ടിൽ ജീവിക്കുന്ന ഞാൻ പിന്നെ ഒരു പാരാ സ്പോർട്ട്, ഓക്കെ എന്താണത്, വീൽ ചെയറിൽ എങ്ങനെ കളിക്കുക, ബാറ്റും ഉണ്ട് വീൽ ചെയറും ഉണ്ട്, എങ്ങനെ കളിക്കുക, അങ്ങനെ കുറേ ചിന്തകളുണ്ടായിരുന്നു. പിന്നെ വീൽ ചെയർ ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഒരു സ്പെഷ്യൽ വീൽ ചെയറിലാണ്, അത് എവിടുന്ന് വാങ്ങും, അങ്ങനെ കുറേ എക്സ്ക്യൂസസ് ആയിരുന്നു അന്ന് എൻ്റെ മുന്നിൽ. ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ സ്റ്റാർട്ട് ചെയ്യും, കേരളത്തിൽ പാരാ ബാഡ്മിൻ്റൺ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറേ എക്സ്ക്യൂസസ് എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എക്സ്ക്യൂസസ് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾക്ക് ഓക്കെ എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്ക്യൂസസ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റും. ഏതെങ്കിലും രീതിയിൽ ആ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റും. അതൊരു എക്സ്ക്യൂസസ് ആയിട്ടേ നിങ്ങൾക്ക് തോന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഉണ്ടായൊരു ഫീല്. ഓക്കെ ഇതിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എത്ര പേരുടെ അടുത്ത് ചോദിക്കണം, ഇപ്പം എനിക്കൊരു വീൽ ചെയർ വേണം, ഞാൻ ആരോട് ചോദിക്കും, ആരെ കൊണ്ട് വാങ്ങിപ്പിക്കും, എവിടെ നിന്ന് വാങ്ങും, കുറേ അങ്ങനത്തെ ചോദ്യങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അന്നൊരു ഡിസിഷൻ എടുത്തു. ഓക്കെ
എനിക്കിത് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം, ഞാൻ തന്നെ അതിന് മുന്നോട്ട് നിൽക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ഒരു ഫസ്റ്റ് ഡിസിഷൻ എടുത്തതുകൊണ്ട് എനിക്ക് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ബാസ്കറ്റ് ബോൾ കളിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ബാസ്കറ്റ് ബോൾ കളിക്കണമെന്ന്. പക്ഷേ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ഞാൻ വീണു, വീൽ ചെയറിലായി. പക്ഷേ ഞാൻ മറ്റൊരു രീതിയിൽ ഇപ്പോൾ പാരാ ബാഡ്മിൻ്റണിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ കൊണ്ടുവരുന്നു. അതാണ് ഏറ്റവും പ്രൗഡ് മൂമെൻ്റ് എനിക്കിപ്പം. കാരണം അന്ന് ഓക്കെ, ജസ്റ്റ് എ ഡിഫറൻസ് ദാറ്റ് ഐ എം ഇൻ വീൽ ചെയർ, പക്ഷേ ഐ എം ഡൂയിങ് ഇറ്റ് വാട്ട് ഐ ഹാവ് ഡ്രീംഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ നടന്നപ്പോഴും എക്സ്ക്യൂസസ് വന്നപ്പോഴും എല്ലാം പിടിച്ചു നിൽക്കാൻ ഉണ്ടായ ആ ഒരു മനസ്സ്, കാരണം അതിന് എൻ്റെ കൂടെയുള്ള കുറേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് എന്ത് വിഷമം ഉണ്ടായാലും എൻ്റെ അടുത്ത് പറയുന്ന കുറേ പേരുണ്ട്. എന്ത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളല്ലേ കൂടെ. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയും. നിനക്ക് എല്ലാം ഉണ്ട് അങ്ങനെ എങ്ങനെയാണ്, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഞാൻ എത്രത്തോളം സഫർ ചെയ്താണ് ഈ ഒരു ലെവൽ, അത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം ഞാൻ ഇപ്പം ഈ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഡോറുകൾ മുട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിലെത്തിയത്. പക്ഷേ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ പറയും അവൾക്കെല്ലാം ഉള്ളതുകൊണ്ടാണ് അവൾ ഈ ലെവലിലെത്തിയതെന്ന്. ലൈഫിലെല്ലാം നമുക്ക് നമ്മുടെ ആഗ്രഹം അനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളായിട്ട് തേടി പിടിക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും നമുക്കായിട്ട് ലൈഫ് കൊണ്ടു തരില്ല. നമ്മളായിട്ട് തേടിപ്പോയാണ് നമ്മുടെ ലൈഫിലെല്ലാം നമുക്ക് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്.